കരവിരുതിന്റെ വിസ്മയം കാണാം രതീഷിന്റെ ചേർത്തലയിലെ വീട്ടിൽ. ഈറ ഉപയോഗിച്ചുള്ള പലതരം വസ്തുക്കൾ നിമിഷ നേരം കൊണ്ട് ഇവിടെ പൂവിടുന്നു. ബാംബു കർട്ടൻ, പൂക്കൂട, പായ, മുറം, കുട്ട എന്ന് വേണ്ട, ഈറയിൽ നിന്ന് നിർമ്മിക്കാവുന്നവയെല്ലാം ഇവിടെയുണ്ട്. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രതീഷ് പാരമ്പര്യമായി പകർന്നു കിട്ടിയ കരകൗശല നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത്. ഈറയിലും മുളയിലും വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്ന രതീഷ് 10ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വരെ പങ്കെടുത്തു. ബിരുദ പഠനം പൂർത്തിയാക്കിയ രതീഷ് തന്റെ മേഖല കരകൗശലമാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ അതിൽ ഇഴുകിച്ചേർന്നു. ഡിഗ്രി പഠനം കഴിഞ്ഞപ്പോൾ ഇതിന് ഈ മേഖലയിലേക്ക് വന്നത്. പിന്നെ പ്രൊഫഷണലായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ 2002 ഏപ്രിലാണ്. ഏപ്രിൽ 17-ാം തീയതിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 15ാമത്തെ വർഷമാണ്. സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ രീതിയിലല്ലായിരുന്നു. തീരെ ചെറിയ രീതിയിൽ ഒരു 2-3 ഈറ്റൊക്കെ എടുത്ത് സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ട് വന്ന് ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. അത് ഇപ്പോൾ 15ാമത്തെ വർഷമായെങ്കിലും വേറെ ആളുകളെയൊക്കെ വെച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 4, 5, 6, 7 വർഷമായിട്ടുള്ളൂ. ബാംബു കർട്ടനാണ് രതീഷിന്റെ മാസ്റ്റർ പീസ്. ബാംബു കോർപ്പറേഷനിൽ നിന്ന് ഈറ വാങ്ങി വീട്ടിലെത്തിച്ചാണ് നിർമ്മാണം. പ്രത്യേക രീതിയിൽ നിർമ്മിക്കുന്ന ബാംബു കർട്ടന് 15 വർഷത്തിലധികം ആയുസ്സുണ്ടെന്ന് രതീഷ് പറയുന്നു. രതീഷിനെ കൂടാതെ 3 തൊഴിലാളികൾ കൂടി ഇപ്പോൾ ഇവിടെയുണ്ട്. വെള്ളക്കോളർ ജോലി മാത്രം തേടിപ്പോകുന്ന യുവാക്കളോട് രതീഷിന് മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം ഇത്രമാത്രം: തൊഴിലില്ല എന്നുള്ളൊരു ഒരു സാഹചര്യം ഇവിടെ ഇല്ല. നമുക്കൊരു എല്ലാ വീട്ടിലും എല്ലാവരുടെയും ഉള്ളിലും ഒരു വേറെ ആരും തൊഴിൽ തന്നില്ലെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ ഒരു സംരംഭവനുണ്ട്. ഭാര്യ പ്രമീളയും രതീഷിനെ സഹായിക്കാൻ ഒപ്പമുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.